നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ അവരുടെ ജീവിതത്തിലെ മാറ്റിമറിച്ച ദിശകൾ അവർ മനസ്സറിഞ്ഞ് ചേർത്ത് വെക്കുകയാണ് ഇവിടെ. അപ്പോൾ സ്വർണ്ണ ലിപികൾ കൊണ്ട് ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട അനേകം റിസൾട്ടുകൾ പലരും കേൾക്കാതെയും കാണാതെയും പോയത് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് സത്യം. പല ആൾക്കാരും ലിവഗൈൻ കഴിച്ചു, പല ആൾക്കാരും ആന്റി ഡാൻഡ്രഫ് ഉപയോഗിച്ചു. എല്ലാത്തിനും റിസൾട്ടുകൾ ഉണ്ട്. പക്ഷെ അത്ഭുതകരമായ റിസൾട്ടുകൾ നമ്മുടെ മുമ്പിൽ ഇനിയും തുറക്കപ്പെടേണ്ടതുണ്ട്. മനസ്സറിഞ്ഞത് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങൾക്ക് ആർക്കും അരി കൊണ്ടുവന്ന് തരാൻ കഴിയൂല. എന്നാൽ ഈ 5 വർഷത്തോളം എന്റെ വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഉമർ ഉസ്താദ്. അദ്ദേഹം അത് അറിയുന്നില്ല. ഉമർ ഉസ്താദാണോ എന്റെ വീട്ടിൽ അരി വരുന്നത്, ഇന്നലെ പൊടി കൊണ്ടുവന്നത്? അല്ല. 5 വർഷമായിട്ട് 5.5 വർഷത്തോളമായിട്ട് എന്റെ വീട്ടിൽ എല്ലാ ചെലവും ഉമർ ഉസ്താദാണ് നടത്തുന്നത്, അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈലാണ് നടത്തുന്നത്. അത് അഭിമാനത്തോടു കൂടി പറയുന്നവരാണ് ഈ ടീമിലുള്ള ഓരോ TC പോലെ ലീഡേഴ്സും. മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടാനാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ് പങ്കുവച്ച റിസൾട്ടുകൾ 1000 വീടുകളിലേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി പരന്നൊഴുകട്ടെ. എന്നിട്ട് അവരുടെ കുടുംബത്തിലും മറ്റും ആ ലിവഗൈൻ വാങ്ങി ഉപയോഗിക്കുന്നതിന് ഒരവസ്ഥ കൈവരട്ടെ എന്നുള്ള മനസ്സോടും ആത്മാർത്ഥ ചിന്തയോടും കൂടി തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെയും കൂടി പുണ്യം കിട്ടും എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യമേ പറയാണ്, ഇതൊരു ചികിത്സയല്ല. നമ്മൾ ആരും ഡോക്ടർമാരും അല്ല, നമ്മൾ രോഗികളെ പരിചരിക്കുന്ന സംവിധാനവും അല്ല. ഒരിക്കലും ഇതൊരു മെഡിസിൻ അല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. ചികിത്സയല്ല, നമ്മൾ ഡോക്ടർമാരല്ല, നമ്മൾ രോഗികളെ നോക്കുന്നവരല്ല, നമ്മൾ മരുന്ന് കൊടുക്കുന്നവരല്ല. പക്ഷെ ഈ കമ്പനി നമുക്ക് നൽകുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നല്ല ഫുഡ് സപ്ലിമെന്ററി സിസ്റ്റമാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളാണ്, ഫാർമസ്യൂട്ടിക്കൽസ് അല്ല. ഫാർമസി ആണെങ്കിൽ അതിന് മരുന്നും നിയമങ്ങളും ഡോക്ടറും ഡ്രഗ് കൺട്രോളറും അതേപോലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇത് ഉമ്മയാണ് നമ്മുടെ ഡോക്ടർ, അടുക്കളയാണ് നമ്മുടെ ആശുപത്രി, ഭക്ഷണമാണ് നമ്മുടെ മരുന്ന്. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും ഒക്കെ നിയമത്തിലും അംഗീകാരത്തിലും പ്രവർത്തിക്കുന്ന, ക്വാളിറ്റി ബേസ് ചെയ്ത് ഇന്റർനാഷണൽ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ആയുഷിന്റെ പ്രീമിയം വെൽനസ് സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ച് നമ്മൾ പറയുന്നു, കൊടുക്കുന്നു, ആളുകൾ ഉപയോഗിക്കുന്നു, റിസൾട്ട് വരുന്നു. അതുകൊണ്ട് എല്ലാവരും ഹാൻഡ് റൈസിങ് ചെയ്യുക. എന്തൊരു റിസൾട്ടെങ്കിലും ഒന്ന് നിങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ സൂമിനോടും AIGയോടും ടീം സക്സസിനോടും കമ്പനി MI ലൈഫിനോടും പൊരുത്തം സമ്പാദിക്കുക. നമ്മളെ ഹൃദയമാണ് നമ്മുടെ പ്രകാശം. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന നമ്മുടെ മനോഭാവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്ത് ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് റിസൾട്ടാ വന്നത് എന്നുണ്ടെങ്കിൽ അത് ഹാൻഡ് റൈസിങ് ചെയ്തിട്ട് മാന്യമായിട്ട് സന്തോഷത്തോടെ പറയാം. എന്റെ പ്രിയപ്പെട്ട അയ്യൂബ് സാറാണ് ആദ്യം തന്നെ ഹാൻഡ് റൈസിങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ ഏരിയ ടീം കോർഡിനേറ്റർ അയ്യൂബ് സാറെ ആദരപൂർവ്വം ഈ ഒരു റിസൾട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വെൽക്കം സർ. റിസൾട്ട് പറയുന്ന സമയത്ത് മുമ്പ് പറഞ്ഞ റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പുതിയ റിസൾട്ടിലേക്ക് എല്ലാവരും വരും. എടുത്തോട്ടെ, കുഴപ്പമില്ല. ഏതായാലും ഓക്കെ, താങ്ക് യു സാർ. ഞാൻ പുതിയ റിസൾട്ട് എനിക്ക് പറയാൻ എനിക്ക് എപ്പോഴും പറയാനുള്ള റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മള് ഏറ്റവും ചെറിയൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വലിയ റിസൾട്ട് കിട്ടിയ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്. നമ്മൾ എല്ലാ ദിവസം രാവിലെ തന്നെ തുടങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളെ മുത്തൂരൊന്ന് വിളിച്ചാ മതിക്ക് ഇങ്ങനെ അടിക്കണം. കേൾക്കുന്നില്ലേ? ശബ്ദത്തിൽ എന്തോ ക്ലിയർ കുറവുണ്ടോ? കേൾക്കുന്നില്ല? ഹലോ, ഇപ്പൊ ഓക്കെ. എനിക്ക് വലിയ ചെറിയ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് വേസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ചെറിയ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് വലിയ റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. കേൾക്കുന്നില്ലേ സാറേ? കേൾക്കുന്നില്ലേ? ഒരു ശബ്ദം ക്ലിയർ കുറവുണ്ട്. അതെന്താണ് എല്ലാവർക്കും ഉണ്ടോ? അയ്യൂബെ, ആശയം മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു എക്കോ വരണുണ്ട്. എന്നാലും അവർക്ക് പറഞ്ഞോളൂ, കുഴപ്പമില്ല. നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി. നെക്സ്റ്റ് ഒരാൾ വെച്ചോ, ഞാൻ സ്ഥലം മാറിയുന്നോളാം. അടുത്തൊരാള് നമുക്ക് വിളിക്കാം. നമ്മുടെ ലത്തീഫ് സാർ, നോബൽ ലത്തീഫ് സാർ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് ഓൾ. അസ്സലാമു അലൈക്കും സാറേ, കേൾക്കുന്നുണ്ടല്ലേ? ഓ, കേൾക്കുന്നു സാർ, പറഞ്ഞോളൂ.
ഞാന് സാറേ എനിക്ക് ആമവാദത്തിന്റെ ഇതിന് റിസൾട്ട് മുമ്പ് കിട്ടിയിട്ട് 10-ലാണ് ഞാൻ നമ്മുടെ ബിസിനസ്സിൽ വന്നത്. അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ എനിക്ക് പ്രോനാസിക ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് ജലദോഷമൊക്കെ ആയിരുന്നു. അതുപോലെ ആയുർവേദം കഴിച്ചിട്ടൊക്കെ ശ്വാസം മുട്ടലിന് ആസ്തമയുടെ അസുഖത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോഴും പ്രോനാസിക ഞാൻ രാവിലെയും ഒക്കെ മൂക്കിൽ ഇറ്റിച്ച് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പും കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ കർജപ്രാശം കഴിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല മാറ്റങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത്. പുതിയ റിസൾട്ടാണ് സാർ അത്. താങ്ക് യു സാറാ. എല്ലാവർക്കും ഓക്കെ നന്നായി. സാർ, പ്രോനാസിക നമ്മൾ കമ്പനി തന്നിട്ടുള്ളത് പ്രോനാസിക നേസൽ സ്പ്രേ എന്ന പേരിലാണ്. അത് സ്പ്രേ ചെയ്യലാണ് ഏറ്റവും നല്ലത്. നിന്നിട്ട് നമ്മൾ 2 മൂക്കിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ എന്നാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദീർഘമായ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനാ സ്പ്രേ എന്ന് പറയാം. ഇനി അത് ഡ്രോപ്സ് ആക്കണമെങ്കിൽ മലർന്ന് കിടന്നിട്ട് 2 തുള്ളി വീതം 2 മൂക്കിൽ ഉറ്റിക്കും ചെയ്യാം കേട്ടോ. അത് ചെയ്യാം. സ്പ്രേ ആവുമെന്ന് സംശയം ഉണ്ടാവും ചില ആൾക്കാർക്ക്. നേരെ നിന്നിട്ട് ജസ്റ്റ് ഞെക്കി കൊടുത്താൽ അതിന് സ്പ്രേ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. റിസൾട്ട് ലഭ്യമാവട്ടെ. ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ നല്ല റിസൾട്ടുകളൊക്കെ വരട്ടെ. ഇന്നും എല്ലാവർക്കും ദൈവം സഹായിച്ചിട്ട് ആരോഗ്യം പൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഇനി നമ്മളെ നദീറ മാഡം മൈക്ക് എടുത്തോളൂ കേട്ടോ. സന്തോഷം. പേരും നാടും പരിചയപ്പെടുത്തി തുടങ്ങിക്കോളി. കൂടുതൽ നീട്ടി പറയാതെ എല്ലാവരും ചുരുക്കി പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് നദീറ, ചെമ്പുകടവാണ് സ്വദേശം. ഞാൻ കഴിച്ച പ്രൊഡക്റ്റ് തന്നെയുണ്ട്, വേറെ പുറത്ത് കൊടുത്തതിൻ്റെ നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ട്. അപ്പം എൻ്റെ റിസൾട്ട് ആദ്യം പറയാം. നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, പറഞ്ഞോളൂ. ഞാൻ കഴിച്ചത് നാച്ചിയം ക്യാപ്സൂളും നോവേദന ക്യാപ്സൂളും അതുപോലെ ചവി തൈലം, നോവേദന ജെല്ല്. 30 വർഷത്തിലേറെയായ നടുവേദനയാണ്, ഡിസ്കിൻ്റെ പ്രശ്നം. അത് എനിക്ക് ഈ പ്രൊഡക്റ്റിലൂടെ നല്ലൊരു മാറ്റമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ കൂടെ എനിക്ക് ലഭിച്ച റിസൾട്ട്, എൻ്റെ പ്രഷർ 10-20 വർഷം ഗുളിക കഴിച്ച മറ്റേ അലോപ്പതി ഗുളികയാണ് കഴിച്ചത്. അത് പരിച്ഛേദം ഇപ്പോൾ 6 മാസം ആയിട്ട് ഫുള്ളായിട്ട് നോർമൽ തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ച് ഞാൻ ഗുളിക 2 സൈസ് ഗുളിക 2 നേരം കഴിക്കുകയായിരുന്നു. അതിൽ രാവിലെ 2 വൈകുന്നേരം 1 ഞാൻ ഇംഗ്ലീഷ് ഗുളിക കഴിച്ചത്. അതിൽ എനിക്ക് വലിയൊരു മാറ്റമല്ല, ഞാൻ ആ ഗുളിക നിർത്തലാക്കി എന്നുള്ളത് തന്നെയാണ്. ആ സന്തോഷമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാഡം പ്രഷറിന് എന്ത് മരുന്ന് കഴിച്ചു? നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ചിരുന്നു? നമ്മുടെ പ്രൊഡക്റ്റ് പ്രഷറിന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ 3 മാസം കഴിച്ച ഈ പ്രൊഡക്റ്റും അതേപോലെ 95 1 മാസം കഴിച്ചു. ഇതാണ് ഞാൻ കഴിച്ച പ്രൊഡക്റ്റുകൾ. പക്ഷെ അതിൽ അന്ന് മുതൽ ഞാൻ ജനുവരിയിലാണ് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ പ്രഷർ, അപ്പോഴൊക്കെ എനിക്ക് പ്രഷറിന് ഓവറായിരുന്നു. അത് കഴിഞ്ഞൊരു 2 മാസം 3 മാസം കഴിഞ്ഞ് ഞാൻ പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ മാസം വരെ എനിക്ക് നോർമൽ തന്നെയാണ്. അപ്പോൾ 2 മാസം മുന്നേ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗുളിക ഞാൻ തന്നെ നിർത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, കോടഞ്ചേരി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രൊഡക്റ്റ് കഴിച്ച് എനിക്ക് ഇങ്ങനെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഗുളിക നിർത്തുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ധൈര്യമാണെങ്കിൽ നിർത്താം. അവരൊരു ഒരു സൈസ് ഗുളികയെ നിർത്താൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഞാൻ 2 നിർത്തി എന്നുള്ളതാണ്. ഇതുവരെയും പടച്ചോൻ സഹായിച്ച് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ പ്രൊഡക്റ്റുകളുടെ റിസൾട്ട് എനിക്ക് പുറത്ത് കൊടുത്തൊരു വലിയൊരു റിസൾട്ട് പറയാണ്ട് സമയമുണ്ടോ സാറേ? പറഞ്ഞോളൂ. റിസൾട്ട് നമ്മളെ കുടുംബാണ്. ആർക്ക് കൊടുത്താലും അവരൊക്കെ നമ്മളെ ഫാമിലിയാണ്. ധൈര്യമായിട്ട് സന്തോഷം പങ്കുവെച്ചു. കണ്ണൂർ സ്വദേശി ഒരു ഫാമിലി ഖത്തറിലുണ്ട്. അവർക്ക് ഞങ്ങൾ ആദ്യം കൊടുത്തു വിട്ടത് ഷുഗറിനുള്ള പ്രൊഡക്റ്റും അതുപോലെ ശരീരത്തിൽ കൊതുക് അടിച്ചിട്ട് ഫുള്ള് പാടുകൾ, അത് മാറുന്നില്ല. പല മരുന്നും ചെയ്തിട്ട് അവർക്ക് മാറുന്നില്ല. അതിന് ഷുഗറിന് കൊടുത്തിട്ട് അത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അവർ ഇപ്പോൾ കുറച്ച് അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ലാതെ ഞങ്ങൾ പറഞ്ഞു ഒരു 4-5 മാസം ഉപയോഗിക്കുക, എന്നിട്ട് നമുക്ക് റിസൾട്ട് കാണാം. അതേപോലെ പിന്നെ വൗണ്ട് ഹീൽ, ഈ പാടിന് കൊടുത്തത് വൗണ്ട് ഹീലും നീം സോപ്പുവാ. അത് നല്ല റിസൾട്ടാണ്. അവർ ആദ്യം ഉള്ള ഫോട്ടോസും ഇപ്പോൾ ഉള്ള ഫോട്ടോസും ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. അതേപോലെ
അരിമ്പാറ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പറയുന്ന അരിമ്പാറ എന്നാ പറയുക. അത് വർഷങ്ങളായി കാലിൻ്റെ മുട്ടുമ്മൽ. അത് ഈ ബൗണ്ടി ഹീൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. അതിന് ഞങ്ങൾ പറഞ്ഞത് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. 4 ദിവസം കൊണ്ട് ഇവിടെ കെടുമ്പൊന്നും പറയുന്നത് കേൾക്കാം, ഇപ്പോൾ ഓർമ്മ വന്നേ. അത് 4 ദിവസം കൊണ്ട് അത് താഴ്ചാടി. ആദ്യത്തിലുള്ള ഫോട്ടോസും രണ്ടാമതുള്ള ഫോട്ടോസും ഞങ്ങൾക്ക് അവർ വിട്ടു തന്നു. ഇപ്പൊ പൂർണ്ണമായിട്ട് അരിമ്പാറ മാറി എന്നുള്ളതാണ് റിസൾട്ട്. അതിന്റെ ഫോട്ടോസ് ഒന്ന് ഉമർസ്ഥാന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാ. ശരി, സന്തോഷം. ഓക്കെ, ഏതായാലും താങ്ക് യു. അരിമ്പാറ എന്ന് തന്നെ ഇവിടെ പറയാം. ചിലത് മറ്റേ കുട്ടികളെ മുഖത്തൊക്കെ ഉണ്ടാണ് പാലുണ്ണി എന്നൊരു വെള്ള നൈസായിട്ട് ഉള്ളിലൊരു വെള്ളം പോലെ നിൽക്കുന്നതാണ് പാലുണ്ണി എന്ന് പറയും. അരിമ്പാറ എന്ന് തന്നെ ഞങ്ങളെ കരിമ്പാറ എന്ന് വേണമെങ്കിൽ പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. അരിമ്പാറ എന്ന് തന്നെ ഇവിടെയൊക്കെ പറയാം. ഏതായാലും അത് എന്റെ അനുഭവത്തിൽ ധാരാളം ആൾക്കാർക്ക് വൂണ്ട് ഹീലിംഗ് തേച്ച് ഒരു 7 ദിവസം കൊണ്ടൊക്കെ അരിമ്പാറ എന്ത് ചെയ്തിട്ടുണ്ട്, അലിഞ്ഞ് ഒരൊറ്റ തെറിപ്പിക്കലാ. വിരലോണ്ട് ഞെട്ടിച്ചാണ് കൊടുത്തു കഴിഞ്ഞാൽ തെറിച്ചങ്ങോട്ട് പോകും 7 ദിവസം കഴിഞ്ഞാൽ പഴുത്തിട്ട്. അപ്പൊ വളരെ റിസൾട്ടാണ്. വൂണ്ട് എന്ന് പറഞ്ഞാല് മുറിവ് എന്നാണ്, ഹീലിംഗ് പറഞ്ഞാൽ സുഖപ്പെടുത്തുക എന്നാണ്. അപ്പം മുറിവിന് ചികിത്സിക്കാനാണ് കമ്പനി അത് തന്നെങ്കിലും മൾട്ടി പർപ്പസ് ആണ്. അത് നമുക്ക് കലകൾക്ക് തേക്കാൻ പറ്റും, മുഖക്കുരുവിന് തേക്കാൻ പറ്റും, അതേപോലെ കുഴിനഖത്തിന് പറ്റും. പിന്നെ നമ്മളെ ആംബ്യൂട്ടേഷൻ ചെയ്ത് മുറിച്ച് മാറ്റപ്പെടേണ്ട കാലുണ്ടാവും, അങ്ങനത്തെ കാലിൽ വരെ അത് ഉണക്കി രോഗം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ തന്നെ ഒരുപാട് റിസൾട്ടുകൾ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. വൂണ്ട് ഹീലിംഗ് ആണ് 1981 കാലിൽ ഒരു ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ ചെയ്ത് അത് ഇപ്പൊ 2025 വീണ്ടും പഴുത്തു. 1981 നിങ്ങൾ ആലോചിച്ചൊക്കെ 44 വർഷം മുമ്പത്തെ കഥ. 81 ഓപ്പറേഷൻ ചെയ്ത കാലം ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം വീണ്ടും പഴുത്ത് വൃണമായി ആകെ അങ്ങോട്ട് ചീഞ്ഞൊലിഞ്ഞ് മാറാത്ത അവസ്ഥയിൽ ഇവിടെ ലക്ഷദ്വീപ് എന്ന് വന്ന ആൾക്കാര് ഇവിടെ പ്രത്യേക ഒരു ചികിത്സാ കേന്ദ്രം ഉണ്ട് ചെർപ്പളശ്ശേരിയില്. ആ ഒരു ചികിത്സാലയത്തിൽ വന്ന് ചികിത്സിച്ചിട്ടും ഭേദമാവാതെ പ്രയാസപ്പെടും. ഒരു ദിവസം 1600 റുപ്യ കൊടുക്കണം അവരെ വാടക റൂമിന് പോലും. അങ്ങനെ 25 ദിവസം അവിടെ നിന്നവര്, എന്നിട്ട് മാറണില്ല എന്നിട്ടപ്പോ നമ്മളെ വൂണ്ട് ഹീലിംഗ് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഒരാഴ്ച തേച്ചപ്പോ തന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ഭാഗത്തും നിങ്ങൾ തേക്കരുത്, ഒരു സൈഡ് മാത്രം തേച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായിട്ട് മതി ബാക്കി കാര്യം. അങ്ങനെ ഒരു സൈഡ് മാത്രം തേച്ചപ്പോ അവിടെ മാത്രം ഉണങ്ങാൻ തുടങ്ങി. അത് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവർ മുഴുവൻ തേച്ചു. ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി എന്ന അവസ്ഥയിൽ ലക്ഷദ്വീപിലേക്ക് മടങ്ങി. എന്റെ വീട്ടിൽ വന്ന് താമസിച്ച് പിറ്റേ ദിവസം ലക്ഷദ്വീപിലേക്ക് മടങ്ങി. അതിന്റെ ഫോട്ടോ മുറസ്ഥാന് ഞാൻ അയച്ചു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നദീറമ്മയുടെ നല്ല റിസൾട്ടുകൾ പങ്കുവച്ചു. എപ്പോഴും പറയാനുള്ളത്, നമ്മൾ നിരീക്ഷണത്തിലുള്ളത് നമ്മൾ പറയണ്ട. കൊടുത്തു തുടങ്ങി മാറിക്കൊണ്ടിരിക്കുന്നു, ചിലപ്പോ ഏറെ അതൊന്നല്ല, മാറിയത് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നമ്മളെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അവർക്ക് മാറാൻ നമുക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാനും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കാനോ കഴിയുള്ളൂ. 2 മാസം 3 മാസം നിർബന്ധമായിട്ടും പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ശരീരത്തിൽ ആയുർവേദ അറിയുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ 21 ദിവസത്തിന് മരുന്ന് എഴുതിയിട്ടാണ് പിന്നെ 2ാമത്തെ സെഷൻ ചെയ്യുക, പിന്നെ 3ാമത്തത്, പിന്നെ 5-6 മാസം ചികിത്സ. ആദ്യത്തെ 21 ദിവസം ഡോക്ടർമാർ വിദഗ്ധനായ വൈദ്യനാണെങ്കിൽ മരുന്ന് എന്തിനാ തരിക, വയറ്റിന്ന് ഇളക്കി കളയാനും രക്തം ശുദ്ധിയാക്കാനും പിന്നെ രോഗം മാറ്റാനും അങ്ങനെ തരുള്ളൂ. ക്ഷമ ഉണ്ടാവണമെന്ന് മാത്രം. ശ്രമിക്കാൻ പറയാ എല്ലാവരും. ഏതായാലും നദീറ മഠത്തിന് കിട്ടിയ റിസൾട്ടുകളൊക്കെ അവരുടെ ശരീരത്തിൽ നാച്ചിയോ നോവേദനയോ ഒക്കെ കഴിച്ചിട്ടും ആ 95 ഒക്കെ ഉപയോഗിച്ചപ്പോ അവർക്ക് ഊരവേദന മാറി എന്ന റിസൾട്ടിനപ്പുറം അയാൾക്ക് എന്തും മാറി, വർഷങ്ങളായിട്ടുള്ള പ്രഷറും മാറി. ഇനി ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ധൈര്യം എന്നാ, ഒരു ധൈര്യവും വേണ്ട, രോഗം ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ മരുന്ന് ചിന്തിക്കാനേ പാടില്ല, ആരോഗ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച് നന്ദി രേഖപ്പെടുത്തി മാത്രം എന്ത് ചെയ്യുക, ചികിത്സിക്കുക. നന്ദിയാണ് ചികിത്സ. അത് ഒന്ന് വിധം 5 നേരം, ഒന്ന് വിധം 1000 നേരം ഉപയോഗിച്ചാൽ തന്നെ പടച്ച തമ്പുരാൻ ആരോഗ്യത്തിൽ സന്തോഷിക്കാനുള്ള അവസരം തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത ആള് ഷാനിബ മാഡം. വീഡിയോയിൽ വരുന്നവരെ വിളിക്കട്ടോ. ആ വന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞാന് പ്രൊഡക്റ്റ് കഴിച്ചിരുന്നു 95 ഫൈബ്രോയിഡ് ആയിട്ട്. 2.5 ബോക്സ് ആയപ്പോ തന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ നിർത്താൻ പറഞ്ഞു. ഞാനിപ്പോ നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തൈ ഹെൽത്ത് കഴിക്കണുണ്ട്, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്ത് നല്ല റിസൾട്ടാ, അൽഹംദുലില്ലാ. എന്റെ അനിയത്തി ഇപ്പൊ ഇന്നലെ വിളിച്ചു, അവൾക്ക് കണ്ണിനെ കുറെ 5-6 ഒരു വർഷത്തോളായി കണ്ണിനൊരു മങ്ങല്. എത്ര കുറെ ഡോക്ടറെ കാണിച്ചു, ഹോമിയോ കാണിച്ചു, ഒന്നും മാറ്റമില്ല. ഞാൻ 2 മാസം നമ്മളെ എനർജി കൊടുത്തു. അത് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോ അവളോട് ചോദിച്ചു എന്താ പാട്, അവൾ എന്നോട് മുണ്ടിയില്ല.
അപ്പൊ അവിടെ വേറെ അനിയത്തിനോട് പറഞ്ഞു കുറവുണ്ടടി കുറേശ്ശേന്ന്. ഇപ്പൊ രണ്ടാമത്തെ പിന്നെ നമ്മളെ എനർജി കൊടുത്ത് ഇപ്പൊ ഇന്നലെ എന്നോട് അവള് വിളിച്ചു പറഞ്ഞു ഇക്ക മൂന്നാമത്തതും കൂടി വേണം, മൂന്നാമത്തെ ബോട്ടിലും കൂടി വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ ഇന്നലെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അപ്പൊ ഡോക്ടർ പറയാണ് കുറവുണ്ടല്ലോ, ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞ സന്ധിവാദം എന്നൊക്കെ പറഞ്ഞിന്ന്. പിന്നെ റിസൾട്ടിൽ സന്ധിവാദം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞ നിങ്ങൾ മരുന്നൊന്നും എത്തിക്കണ്ട കേട്ടോ, ഇഞ്ചക്ഷൻ ഒന്നും വെക്കേണ്ട, കുറവുണ്ട്. അൽഹംദുലില്ലാ ഇന്നലെ ഇതാ വീട്ടിൽ പോയി ഇതാ ഇമ്മോണോത്രിയും കൊടുത്തിട്ടോ. ഇമ്മോണോത്രി കൊടുത്തിട്ട് 15 ദിവസമായിട്ടുള്ളൂ. പിന്നെ എന്താ ആയുഹീൽ കൊടുത്തു. അനിയന്റെ പിന്നെ കുട്ടിക്ക് കാല് നല്ല വിളിച്ചായിരുന്നു. പിന്നെ വിറ്റാമിൻ സി കൊടുത്തു. അതൊക്കെ നല്ല പിന്നെ റിസൾട്ടാണ്. പല്ലുവേദനക്ക് അനിയത്തിയുടെ കുട്ടിക്ക് പിന്നെ പേസ്റ്റ് അതേമാതിരി നല്ല പല്ലുവേദനയായിരുന്നു. പേസ്റ്റ് കൊടുത്തിട്ട് ഇനിയും ഒരു കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ചു. അപ്പൊ അതില് കുറവുണ്ട്. റെഡ് പേസ്റ്റ് ആണ് ഞാൻ കൊടുത്തത്. ചെറിയ കുട്ടികളാ, 3 കുട്ടികൾക്കും പല്ലുവേദന, അവർക്കൊക്കെ നല്ല റിസൾട്ടാണ്. അതുപോലെ പറയണോണ്ട് കുഴപ്പമില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോവും സാറേ. പിന്നെ ഇന്നലെ ആയുഹിലിൻ്റെതും തന്നെ നല്ല റിസൾട്ട് 3-4 ആൾക്ക് കൊടുത്തു. അതേമാതിരി ഞാൻ ഫസ്റ്റില് ഇവിടെ ഗൂഗിൾ മീറ്റ് വെച്ചപ്പോ നമ്മളെ ഒരു ചെറിയൊരു കുട്ടി, അതിന് നല്ല ശ്വാസം മുട്ടായിരുന്നു, രക്തക്കുറവുണ്ടായിരുന്നു. അതിന് ആശ്വാസും പിന്നെ ഫീലിംഗ് കൊടുത്തു, നമ്മളെ ഇത് കൊടുത്തു, റോളിൻ ഹീലർ കൊടുത്തു. അതിലൊക്കെ നല്ല റിസൾട്ടാ. ആ കുട്ടിക്ക് 1 മാസം കഴിഞ്ഞപ്പോ 2 പോയിന്റ് ആയിരുന്നു രക്തം, 11 പോയിന്റ് ആയി. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അൽഹംദുലില്ലാ ഹൈറ്. പഠിച്ച മുന്നോട്ട് കൊണ്ടോട്ടെ നമ്മളൊക്കെ എല്ലാരും. ഓക്കെ ഷാനിബ മാഡം, സന്തോഷം. അതന്നെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടിച്ച അയൽവാസികൾക്കൊക്കെ ഇതൊരു നല്ല സംവിധാനമാണ് ഇവർ ഈ ഹോം മീറ്റിംഗ് നടത്തിയെന്ന് പ്രചരിപ്പിക്കാൻ ദൈവം അവസരം തന്നതും ആ കുട്ടിയുടെ അസുഖം മാറിയതുകൊണ്ടാണ്. ആ രക്ഷിതാക്കളുടെ സന്തോഷം, ആ കുട്ടിയുടെ ഓടിക്കളിയും ഒക്കെ കണ്ടത് കൊണ്ടാണ്. അത് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് ഉറപ്പാണ്. കാരണം എങ്ങനെ ഇത്രയും വർഷം പഴക്കല അയൽവാസികൾ എന്നോട് പറഞ്ഞത് എന്താ, ഞങ്ങളൊക്കെ ഈ കുട്ടീനെ അടുത്ത് തോന്നുമ്പോ അങ്ങോട്ട് ഓടലാണ്, എവിടുക്കുന്നൊന്നും ഇല്ല, പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വരൂ, രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ. അങ്ങനെ ദിവസവും ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഓട്ടോറിക്ഷയിൽ കയറി കൊടുക്കും, പോവും. അതൊക്കെ ഇപ്പൊ ഇല്ലാതായി. കുറെ കാലമായിട്ട് ഇപ്പൊ ഇവള് വന്നതിന് ശേഷം ഇതൊന്നും ഇല്ല. കാരണം അസുഖം മാറി എന്നുള്ളത് അവര് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. ഓക്കെ എന്നാല് വളരെ നല്ല റിസൾട്ടുകളാണ്. ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ, അയൽവാസി പറയുമ്പോ, നാട്ടുകാരത് പറയുമ്പോ മനസ്സിക്കുള്ളൊരു സുഖം അത് ഇവിടെ തന്നെയല്ലേ കിട്ടുള്ളൂ. വർഷങ്ങൾ ജീവിച്ച് 50 വർഷം ജീവിച്ചിട്ട് എന്താ കാര്യം? ഞാൻ കാരണം എന്റെ അയൽവാസിക്ക് പ്രയാസം തീർന്നു, ഞാൻ കാരണം എന്റെ അമ്മായിന്റെ മോളുടെ പ്രയാസം തീർന്നു, ഞാൻ കാരണം എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യന്റെ ബുദ്ധിമുട്ട് തീർന്നു, ഞാൻ കാരണം എന്റെ മൂത്തമ്മാന്റെ പ്രഷർ മാറി എന്ന് പറയൽ അതിൽ വല്ലാത്ത കാര്യല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും പറയാട്ടോ, മനസ്സറിഞ്ഞ് തുറന്നങ്ങോട്ട് പറയാം. ബൈജു പി നായർ സാർ, ഒന്ന് മൈക്കെടുത്തോളൂ സാർ. ബൈജു, ബൈജു ശ്രമിച്ചോളൂ. അത് മൈക്ക് അൺമ്യൂട്ട് ആക്കാൻ കഴിയുന്നില്ലല്ലോ. ഓക്കെ, ബൈജു സാറിലേക്ക് വരാം. ജാഫർ സാറ്, ഒന്ന് മൈക്ക് എടുത്തോളൂ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ജാഫർ, കൊടിയത്തൂർ. MI ലൈഫിൽ തുടക്കക്കാരനാണ്. 3 മാസമായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. ചുമയോട് കൂടിയിട്ടാണ് ഈ MI ലൈഫിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയത്. ശക്തമായ ചുമയും തൊണ്ടവേദനയും ഒക്കെ ആയിരുന്നു. അതുപോലെ ഫാമിലിയിൽ കുട്ടികൾക്കൊക്കെ ചുമയായിരുന്നു. എൻ്റെ സഹപാഠിയും നാട്ടുകാരനുമായ ജാബിർ സാറാണ് ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അങ്ങനെ കപ്നിലാണ് ആദ്യം ഉപയോഗിച്ചത്. കപ്നിൽ ഉപയോഗിച്ചിട്ട് ചുമയിൽ കുറവൊന്നും തോന്നുന്നില്ല. അപ്പൊ വീണ്ടും ചോദിച്ചു എന്താണ് ചുമ കുറയുന്നില്ലല്ലോ. അപ്പൊ എന്നോട് പിന്നെ ജാബിർ സാർ സിദ്ദിഖ് സാർ നിർദ്ദേശിച്ചു കപ്നിലിന്റെ കൂടെ ആന്റിലർജി എന്ന പ്രൊഡക്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നല്ല ചുമക്ക് നല്ല ആശ്വാസം കിട്ടി. അതോടുകൂടി ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഏതായാലും ഞാൻ ഈ റിസൾട്ടുകളാണ് കാര്യമായിട്ട് ഞാൻ
നമ്മുടെ യൂട്യൂബിലും പിന്നെ ഉമർ സാറിന്റെ പിന്നെ ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ കാര്യമായിട്ട് ഞാൻ തേടാറുള്ളത് റിസൾട്ടുകളാണ്. അപ്പൊ ഏതായാലും MLIFനും പിന്നെ പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ ജാഫർ സാർ, നല്ല റിസൾട്ട് ആണ്. അതായത് ചുമ വന്നു കഴിഞ്ഞാല് ഹിസ്റ്റാമിൻസിനെ പുറപ്പെടുവിക്കുമ്പോഴാണ്, മാസ്റ്റർ സെല്ലുകൾ ഹിസ്റ്റാമിൻസിനെ പുറപ്പെടുവിക്കുമ്പോഴാണ് ചുമക്കുന്നതും കുരക്കുന്നതും. അതിനെതിരെ പ്രതിരോധിക്കുന്ന കഫനിലുണ്ട്. എന്നാൽ എല്ലാവർക്കും അലർജി ഉള്ളവർക്ക് കഫനിൽ ഫലം ചെയ്തോളുന്നില്ല. കുട്ടികൾക്കാണെങ്കിലും അലർജിക്ക് കഫനിൽ ഫലം ചെയ്തോളുന്നില്ല. അപ്പൊ ആന്റിലർജി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് എന്ത് ചെയ്തേക്കാം, കഫനിൽ കൊടുക്കാൻ എല്ലാവരും ശ്രമിച്ചാൽ മതി, അത് മാറിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല റിസൾട്ട് ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എല്ലാവർക്കും അതുപോലെ നല്ല റിസൾട്ടുകൾ ഉണ്ടാവട്ടെ. പിന്നെ മറ്റൊന്ന് നൂർജഹാൻ വാവ് ടീം. നൂർജഹാൻ മാഡം മൈക്ക് വീഡിയോയിൽ വന്നാൽ സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഒരു എന്നാൽ വളരെ ചുരുക്കി എല്ലാവരും പറയാൻ ശ്രമിച്ചാൽ മതി. അബൂബക്കർ നൂർജഹാൻ മാം വന്നു. നൂർജഹാൻ മാഡം പറഞ്ഞോളൂ. മൈക്ക് എടുക്കാൻ പറ്റണല്ലേ? മൈക്ക് എടുക്കാലോ. പലൊന്ന് കോഹസ്റ്റ് ആക്കി വെക്കണെങ്കിൽ ഒരു തൊടുമ്പോ അത് പോയി പോണതായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ കോഹസ്റ്റ് ആക്കി തരാം. ഒരു മിനിറ്റ്. ഇപ്പൊ മൈക്ക് എടുക്കാൻ പറ്റുണ്ടോ നോക്കി നൂർജഹാൻ മാം. പറ്റില്ല. അടുത്ത ആളെ പറ്റുള്ളൂ. ഇല്ല, നൂർജഹാൻ മാഡം ഒന്ന് ഇതിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കയറി വന്ന് നോക്കൂട്ടോ. അപ്പൊ ചിലപ്പം പറ്റും. ചില റേഞ്ചിൽ അത് ക്യാച്ച് ആവുണ്ടാവില്ല. സാറില്ല കേട്ടോ. ഓക്കെ, എന്നാല് അബൂബക്കർ ഉസ്താദ്, ബാക്കവി ഉസ്താദെ മൈക്ക് എടുത്തോളൂ. അസ്സലാമു സലാം. ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കഫനില്, ഐശ്വാസ്, 95 എല്ലാം ഒരുപാട്. അതിലെ ഐശ്വാസ് എനിക്ക് എന്തായിട്ടുണ്ട്, വലിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള ഒരു ശ്വാസമുട്ട് ഇവിടെ പറഞ്ഞത് ഈ ഐശ്വാസ് കഴിച്ചത് കൊണ്ടാണ്. അതുപോലെ കഫനില്, പിന്നെ ഉണ്ടിയില്, പിന്നെ പേസ്റ്റ് ഉണ്ടിയിലൊക്കെ അല്ല, ഉണ്ടിയില് അല്ല, ഇന്നറയിലെല്ലാം സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പലർക്കും. ആശ്വാസം കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ. നമ്മളെ പേസ്റ്റിന്റെ കൂട്ടത്തിൽ ന്യൂസ്റ്റാർ, അതും ചിലർ പതിവായി ഉപയോഗിക്കുന്നവരുണ്ട്. പല്ലിന്റെ പുളിപ്പിനൊക്കെ വളരെ ഉഷാറാണ്. പിന്നെ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബാക്കി ഉസ്താദ് ഒരുപാട് നമ്മുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സ്വന്തം പ്രൊഡക്റ്റ് എടുത്തിട്ട് ടീമില്ലാതെ ടീം കോർഡിനേറ്റർ ആയ ആളാണ്. അത്രമാത്രം ലക്ഷക്കണക്കിന് കമ്പനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അത് അനുഭവസ്ഥരിലൂടെ തന്നെ. അദ്ദേഹം രോഗിയായിരുന്നു. എന്തെങ്കിലും വോയിസ് ഇട്ടാലൊന്നും നമുക്ക് കേൾക്കാൻ പോലും തോന്നില്ല, കാരണം ഒന്നും മനസ്സിലാവില്ല. ഞാൻ നേരിട്ട് വിളിക്കുക ചെയ്യാം. അതേസമയം ഇന്നിപ്പോ ഈ പറഞ്ഞത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഇതാണ് ഈ പ്രൊഡക്റ്റുകളുടെ ഒക്കെ പ്രാധാന്യം. അത് ഉമ്മർസ്ഥാനൊക്കെ അറിയാൻ പറ്റും. ഒരു 50 വോയിസ് ഒക്കെ ഇട്ട് തന്നാലും ഒന്നും ഞാൻ കേൾക്കൂല, നേരിട്ടാണ് വിളിക്കും. എന്താ പറയാനുള്ളത് പറഞ്ഞോളി പറ. എന്നാൽ ചില ആശയം മനസ്സിലാവില്ല. അദ്ദേഹത്തിന് കിതപ്പ് രോഗം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാല് അടുത്ത ആളിലേക്ക് പോവാം. ഓയ് മിനിമേഡം മേക്ക് എടുക്കാം. അതായത് അവസാനം 0:30. അതെ, ഫോൺ എവിടെങ്കിലും ഫോൺ അലക്കല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. സർ കേൾക്കുന്നുണ്ടോ? അതെ മാഡം, പറഞ്ഞോളൂ. സാർ, എനിക്ക് വലിയൊരു റിസൾട്ട് ആണ് പറയാനുള്ളത്. എനിക്ക് എൻ്റെ അച്ഛൻ 2023 വീണിട്ട് കാലിന്റെ മുട്ടും ഇടുപ്പെല്ലും പൊട്ടിപ്പോയിട്ട് വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ 2 പേര് താങ്ങിയിട്ടായിരുന്നു അച്ഛന് വെള്ളം കൊടുത്തിരുന്നതും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും.
നമ്മളെ ഇതിലുള്ള പ്രൊഡക്റ്റ് സുബിത മേഡം എന്നെ പരിചയപ്പെടുത്തുകയും ഞാൻ ഇതിൽ നിന്ന് ആദ്യം തന്നെ 5000 രൂപ പ്രൊഡക്റ്റ് വാങ്ങി ചാമ്പിത്തൈലം, നോവേദന, ബെൽഹാർട്ട് ഇതെല്ലാം കൊടുത്ത് അച്ഛന് കുറച്ചൊരു സമാധാനം വരികയും അച്ഛൻ 105 വയസ്സുള്ള അച്ഛനായതുകൊണ്ട് ഈ കാലിന്റെ നഖം പൊരിഞ്ഞു പോയിട്ട് ഭയങ്കരമായ വേദനയായിരുന്നു. രാത്രി ഒന്നും ഉറങ്ങാൻ അച്ഛനും ഉറങ്ങൂല, ഞങ്ങളെ ഉറക്കൂലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ നരിക്കുനിയുള്ള എല്ലാ ഡോക്ടേഴ്സിനും കൊണ്ടുപോയി കാണിക്കുകയും ഡോക്ടർ പറഞ്ഞു ഇനി അച്ഛൻ ഒരിക്കലും ഈ മരണം വരെ ഈ വേദന മാറൂല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ കാലിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഈ മദ്യപാനിയും ഈ പുകവലിയുള്ള ആളായതുകൊണ്ട് ഇനി ഒരിക്കലും ഈ വേദന മരിക്കുന്നവരെ ഈ വേദന മാറൂല എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞാൻ വീട്ടിൽ വരികയും പിന്നെ സുബിത മേഡം നമ്മളെ ബോണ്ടി ഹീൽ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ബോണ്ടി ഹീൽ അച്ഛൻ്റെ കാലിന്റെ അടുത്തേക്ക് പോകാനും കാല് തൊടാനും അച്ഛൻ അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ മെല്ലെ അറിയാതെ തന്നെ കാല് കഴുകൊന്നും ചെയ്യാതെ തന്നെ നമ്മളെ ബോണ്ടി ഹീൽ വെക്കുകയും 3 ദിവസം കൊണ്ട് അച്ഛന് കാലിന്റെ വേദന കുറഞ്ഞു. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ എനിക്ക് കാലിന് വേദന കുറവുണ്ട്, എന്താ ചെയ്തതെന്ന്. പിന്നീട് ഞാൻ പറഞ്ഞാ നമ്മൾ കാലൊന്ന് നല്ലോണം കഴുകിയിട്ട് മരുന്നൊന്നും കൂടി വെക്കാന്ന് പറഞ്ഞ അങ്ങനെ ബക്കറ്റിൽ വെള്ളം വെച്ച് കാല് ഈ ബ്രഷിന്റെ മുകളിൽ തുണിയിട്ട് കഴുകുകയും ആ പഴുപ്പ് ഫുള്ള് പോക്കുകയും ചെയ്ത് ഈ മരുന്ന് വെച്ച് ഒരു 2 ആഴ്ച ഞാൻ ഉപയോഗിച്ചപ്പോ അച്ഛന്റെ കാലിന് നല്ല മാറ്റം വരികയും പിന്നീട് ഞാൻ ആദ്യമായിട്ട് GTS താമരശ്ശേരി സലാഹുദ്ദീൻ സാർ, ബെന്നി സാർ ഇത് 95 കൊടുക്കുക, 95 കൊടുത്താൽ നല്ല മാറ്റം വരും എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ 95 കൊടുത്ത് 1 മാസം അടുപ്പിച്ച് ഞാൻ 2 നേരം 95 കൊടുത്ത് 2 ആള് പൊക്കി ഇരുത്തേണ്ട അച്ഛനെ ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് എണീറ്റാണ് ഞാൻ കാണുന്നത്. പിന്നീട് എൻ്റെ അച്ഛൻ ഒരു അരമണിക്കൂർ നേരം വരെ ഞാൻ എണീച്ച് നിർത്തും, ഇങ്ങനെ അളമാരൊക്കെ പിടിച്ച് നിർത്തും. അങ്ങനെ ഒരു അരമണിക്കൂർ നേരം എൻ്റെ അച്ഛൻ എണീറ്റ് നിൽക്കുകയും ഇന്ന് വേദന ഇല്ലാതെ 2023 മുതൽ ഇന്നിപ്പോ 25 സമയം വരെ വേദന ഇല്ലാതെ എൻ്റെ അച്ഛൻ ഉറങ്ങുകയും ചെയ്യും. ഈ മൈ ലൈഫിൽ വരാനും ഇന്ന് റൂബി റാങ്കിൽ ഇരിക്കാനും എനിക്ക് സാധിച്ചു. വളരെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ലീഡർ അപ്സത്ത് മാഡം, സായർ സാറ്, സലാഹുദ്ദീൻ സാറ്, സുബിത മാഡം അവരോടൊക്കെ ഞാൻ ഇന്ന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അതിൽ കൂടുതൽ ബെന്നി സാർ എൻ്റെ അടുത്ത് വരികയും ബെന്നി സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് ഞാൻ GTS വരുമ്പോൾ ബെന്നി സാറിൻ്റെ അടുത്ത് ബെന്നി സാറിനോട് പറഞ്ഞ 95 നിങ്ങൾ കൊടുത്തോളാൻ. അന്ന് 2023 മുതൽ ഇന്ന് വരെ ഇന്നിപ്പോ രാവിലെ ഞാൻ കൊടുത്ത് ഈ സമയം വരെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞതും ഇന്നല്ല എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട് സാറേ. എൻ്റെ അനിയത്തിന്റെ മകൻ സർജറി. അങ്ങനെ സന്തോഷിക്കട്ടെ. കാരണം എൻ്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഈ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോഴാണ് എൻ്റെ അച്ഛന്റെ ഈ സുഖം ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ വാങ്ങിക്കൊള്ളൂ. ഉള്ളത് കളവല്ലല്ലോ, സത്യമാണല്ലോ പറഞ്ഞത്. പക്ഷെ അച്ഛനെ പറ്റുമെങ്കിൽ രാവിലെ 11 മണി മുതൽ 1 മണി 12 മണിന്റെ ഒക്കെ ഇടയിലൊക്കെയുള്ള വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കാൻ നോക്കണം. വൈറ്റമിൻ ഡിയുടെ ഉന്മേഷം കൂടി വന്നാൽ അച്ഛൻ സ്വന്തം തന്നെ നടന്നോളൂ കേട്ടോ, ഉഷാറായിട്ട്, വേദന ഇല്ലാതെ. ഓക്കെ, അടുത്തത് മൗലാന ഉസ്താദിലേക്ക് പോവാം. നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് എന്ത് പ്രൊഡക്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ എഴുതി വെക്കണം. നമുക്കൊരു മനസ്സിന് ധൈര്യമാണ്. ഇങ്ങനെ മാറിയവരുണ്ടല്ലോ, മാറ്റി നമ്മളത് മാറുമെന്നുള്ളതല്ല, അപ്പൊ ഞാൻ ഇത് കഴിച്ചാൽ മാറുമെന്നുള്ളതല്ല, ഇത് കഴിച്ച് മാറിയവരുണ്ടല്ലോ, ഇനി അത് കഴിച്ചു നോക്കുക, പ്രാർത്ഥിക്കുക. അതന്നെ. ചിലപ്പോ ഞാൻ വേറെ എന്തെങ്കിലും ഒന്നുകൂടി കൂട്ടി കഴിക്കേണ്ടി വരും, കാരണം എന്റെ പ്രകൃതം ആവില്ല അയാളെ പ്രകൃതം. അത്രേ ഉള്ളൂ കേട്ടോ. ക്ഷമ നല്ലോണം ഉണ്ടാവണം, നല്ലോണം വെള്ളം കുടിക്കണം. ആരോഗ്യ പരിപാലനം എന്നാൽ അതാണ്. ഓക്കെ, മൗലാന ഉസ്താദ് സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് സാർ. യെസ് സാർ. ഞാൻ GTS വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഏതായാലും പ്രധാനമായിക്കൊണ്ട് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ 1-2-3 മാത്രമേ പറയുന്നുള്ളൂ. ഞാന് ഒരു ഹെഡ് മാസ്റ്റർക്ക് ഈ വയറ് സംബന്ധമായ വിഷയം പറഞ്ഞ ആളെ വയറ് സമയത്ത് വീർത്ത് നിൽക്കുക, ആളെ പേരൊന്നും പറയുന്നില്ല. ഏതായാലും അവർക്ക് അസിഡിറ്റി, വയറ് സ്തംഭനം ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എത്രയോ കാണിച്ചിട്ട് ഇംഗ്ലീഷ് കാണിച്ച് മാറാത്തൊരു അസുഖമാണ്. അങ്ങനെ ലിവാഗയും പ്രോബയോട്ടിക് Immunity+ഉം കൊടുത്തതിനു ശേഷം അദ്ദേഹം ആദ്യം ഞാൻ പറഞ്ഞു 3 മാസം കഴിക്കുന്നത്. ഫസ്റ്റ് മാസം കഴിച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കൊണ്ടുകൊടുത്ത് 3 മാസം കണ്ടിന്യൂ കഴിച്ചു. അദ്ദേഹം നല്ല റിസൾട്ട് അദ്ദേഹം പറഞ്ഞു. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു ലേഡിക്ക് ഈ വെള്ളപ്പൊക്കിന്റെ പ്രശ്നമായി വളരെ ബുദ്ധിമുട്ട് സമയത്ത് ന്യൂട്രിയൻ ലൈഫും അതുപോലെ തന്നെ ലിവാഗൈനും Immunity+ഉം ഞാൻ കൂടെ കൊടുത്തു.
പക്ഷെ അതും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതിന്റെ പുറമെ ആമവാദത്തിന്റെ റിസൾട്ട് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ആമവാദത്തിന് കൊടുക്കേണ്ടത് 95ഉം അതുപോലെ തന്നെ നോവേദന ക്യാപ്സൂള്, അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ, ഫീലിംഗും കൂടെ കൊടുത്തു. ലൈലിറ്റോക്സും ഫീലിംഗ് രക്തം കുറവിന് വേണ്ടി കൊടുത്താണ്. അപ്പൊ ഇതൊക്കെ കൊടുത്ത സമയത്ത് 3 മാസം കണ്ടിന്യൂ ചെയ്ത സമയത്ത് അതിന് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഞാൻ ആദ്യം ഫുള്ളായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യലായിരുന്നു. അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് ഒരുപാട് പറയാനുണ്ട്. ഏതായാലും ഈ ടൈം അനുവദിച്ചതിന് ദാറാനി ഉസ്താദിന് വളരെ നന്ദി പ്രകാശിക്കുന്നു. ഓക്കെ, സന്തോഷം സാർ. ഓക്കെ ഓക്കെ സർ, നല്ല നല്ല റിസൾട്ട് ആണ്. വാദമുള്ള ആളുകളൊക്കെ ചിന്തിക്കും വാദം മാറൂലായിരിക്കും എന്ന്. അങ്ങനല്ല, വാദം രക്തം കേടുവന്നിട്ടുണ്ടാവുന്നതാണ്. അതിൽ CRP കൂടുതലാകുന്നത് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലാകുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, ഏത് വാദാണെന്ന് മാത്രം വിലയിരുത്താൻ വേണ്ടി ഡോക്ടർമാരെ കാണാം. അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ശരീരം കേടുവരാതെ ഈ രോഗം മാറിക്കിട്ടും. നല്ല ഒരുപാട് അനുഭവങ്ങൾ വാദം മാറിയതിൽ നമ്മളെ ടീമിലൊക്കെ ഉണ്ട്. അപ്പൊ ഏത് മാറാത്ത രോഗം മാറും അല്ലെങ്കിൽ ഏറാതെ നോക്കാനെങ്കിലും പറ്റും. മാറും അല്ലെങ്കിൽ ഏറാതെ നോക്കുക, അതാണല്ലോ നമ്മുടെ ട്രീറ്റ്മെന്റ്. വേദനിക്കലാണ് രോഗം. വേദന വരാതെ നോക്കാൻ നമുക്ക് കിഡ്നിക്ക് സൈഡ് എഫക്റ്റ് ചെയ്യാത്ത പെയിൻ കില്ലർ എന്ന് വിളിക്കപ്പെടാത്ത പെയിൻ റിലീഫർ ആണ് നമ്മൾ കൊടുക്കുന്ന നോവേദന ക്യാപ്സൂള് എന്ന് എല്ലാവരും ഓർക്കുക. പെയിൻ റിലീഫർ ആണ്, പെയിൻ കില്ലർ അല്ല. മറ്റ് ഇംഗ്ലീഷ് മരുന്നിലൊക്കെ പെയിൻ കില്ലർ ആണ് നമ്മൾ കഴിക്കുന്നത്. അത് കിഡ്നിക്ക് എഫക്ട് ചെയ്യും. ഭാവിയിൽ ഡയാലിസിസിലേക്ക് വിധിക്കപ്പെടുന്ന മാരക രോഗങ്ങളായി അത് മാറും. നമ്മൾ വേദന കുറയാൻ വേണ്ടി 1-2 ക്യാപ്സൂളൊക്കെ എടുത്താണ് കഴിക്കും. ശക്തമായ വേദന അത് കിഡ്നിക്ക് വല്ലാതെ ലോഡ് ഉണ്ടാക്കും. നമ്മളത് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് 1-2 കഴിച്ചാൽ പോലും വേദന ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകളുണ്ട്, സമയം വളരെ കുറവാണ്, എല്ലാവർക്കും അറിയാലോ. വളരെ ചുരുക്കി എല്ലാവർക്കും പറയാറുണ്ട് കേട്ടോ. നഫീസ മാഡം വീഡിയോയിലുണ്ട്, ഒന്ന് മൈക്ക് എടുത്തോളൂ. വീണ്ടും നിങ്ങൾ മ്യൂട്ട് ആയി പോയി, ഒന്നുകൂടി മൈക്ക് എടുത്തോളൂ. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് നദീഫ. എൻ്റെ സ്വദേശം വള്ളിയോത്താണ്. എനിക്കൊരു തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് തൈ ഹെൽത്ത് കഴിക്കുന്നതിന് മുമ്പ് 10.74 ആയിരുന്നു. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് 2 ആഴ്ച ഞാൻ ഉപയോഗിച്ചുള്ളൂ. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 1.43 ഉള്ളൂ. പിന്നെ ഞാൻ കാണിക്കുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഗുളികയുടെ കൂടെ അതും യൂസ് ചെയ്തോളാൻ പറഞ്ഞ് അതും കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഞാൻ 95 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 95 നിങ്ങൾ കുറച്ച് കാലം അടുപ്പിച്ച് കഴിക്കുക. അതിന്റെ ഇടയിലൊക്കെ ടെസ്റ്റ് ചെയ്തോളാം. സൗണ്ടിന് ഇപ്പോഴും ചെറിയൊരു പ്രയാസമൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കണ്ട കേട്ടോ. താങ്ക് യു. നാനാ സാഹിബ്, വെൽക്കം സർ. നാനാ ഒന്നുകൂടി ജസ്റ്റ് ഓക്കെ എടുത്തോളൂ, മൈക്ക് എടുത്തോളൂ. കേൾക്കുന്നുണ്ടോ? ഓ അതെ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. ഞാനിപ്പോ ഒരു മാസം മുന്നേ എന്റെ കാലിൽ ഒരു മുറി ഉണ്ടായിരുന്നു. മുറി ഉണ്ടായത് മാത്രം 1 മാസത്തിന് ശേഷം, മുന്നെയാണ് 2 മാസമായി. മുറി ഉണ്ടായതിനു ശേഷം സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് കാല് ചുവന്ന് തക്കാളി പോലെ ആയി. അപ്പോ പിന്നെ പനി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല വേദന അനുഭവപ്പെട്ടു. അങ്ങനെ റഫീഖ് സാറ്, ധാരാൻ സാറ് അവരോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെ വൂണ്ട് ഹീലിംഗ് തേച്ച് പിന്നെ ഒരു 20 ദിവസം കൊണ്ട് മുറി ഉണങ്ങി. ചാമ്പിത്തൈലം തേച്ചു. അപ്പൊ ചുവന്ന കരിയും വേദനയും പോയി. പ്രോബയോട്ടിക് കുടിച്ചു. ചുരുക്കി പറഞ്ഞ ഒരു 10-15 ദിവസം കൊണ്ട് നല്ല വേദനയും നല്ല പിന്നെ പനിയും ഉണ്ടായിരുന്ന മുറി പെട്ടെന്ന് ഉണങ്ങി. അപ്പോൾ അത് ഇപ്പൊ അടുത്ത് നടന്നൊരു റിസൾട്ടാണ്. അതേപോലെ എൻ്റെ ഭാര്യ പിന്നെ അലർജി ഉണ്ടായിട്ട് കവചപ്രാശ് കഴിച്ചിട്ടാണ് ഈ MA-ലൈഫിക്ക് വരാൻ സാധ്യത വന്നത്. അപ്പൊ റഫീഖ് സാർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് കവചപ്രാശ് കഴിച്ചതൊക്കെ. അപ്പൊ ഇനി ഭാര്യക്ക് കുറച്ച് പറയേണ്ടത് ഇങ്ങനെ തന്നെ പറഞ്ഞോട്ടെ. അത് വേറെ ജംഷീല പറയാൻ. നമ്മളൊരു പിന്നെ അയൽവാസി ഒരു അയൽവാസി കുട്ടി 7 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇടക്കിടക്ക് പനി വരും. ഈ ടോൺസിലൈറ്റിസിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഞാൻ അവർക്ക് ഈ ആയുവീർ കൊടുത്ത് ഇപ്പൊ അത് കൊടുത്തിട്ട് ഇപ്പൊ ഒരു 3 മാസമായിട്ട് ആ കുട്ടിക്ക് അത് 2 നേരം
6 തുള്ളി വെച്ചിട്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർ പറയുന്നുണ്ട് ഒരു 3 മാസമായിട്ട് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. മറ്റേത് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ നമ്മളെ ഹെർബൽ പേസ്റ്റ് അയൽവാസികൾക്ക് കൊടുത്തിട്ട് അവർക്ക് അതിനും നല്ല റിസൾട്ടാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ. എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞല്ലോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ, ഈ ഒരു വലിവും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കവചപ്രാഷ് യൂസ് ചെയ്ത് അതിൽ റിസൾട്ട് കിട്ടിയതാണ്. അതുപോലെ ജലദോഷം ഉണ്ടായിരുന്നു, ജലദോഷം, മൂക്കടപ്പ്, അതിന് പ്രോനാസിക, അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി കുട്ടികൾക്കും ഞാൻ ഇതേമാതിരി പുറത്ത് കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് അതൊന്ന് ഒറ്റിച്ചു കൊടുക്കും. അതുകൊണ്ട് നല്ല മാറ്റമാണ് കുട്ടികൾക്ക്. ഈ ഇടയ്ക്കിടയ്ക്കുള്ള ജലദോഷം, പനി അതുണ്ടാവണില്ല. എനിക്ക് പ്രോനാസിക അതേപോലെ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിന് അവർക്ക് പറഞ്ഞല്ലോ, അവർക്ക് ഈ സെല്ലുലൈറ്റിസിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അതിന് നമ്മൾ മുരിങ്ങ പ്രോബയോട്ടിക്, നമ്മളെ മുരിങ്ങ ഉണ്ടല്ലോ, അതും പിന്നെ പ്രോബയോട്ടിക്കും അതിന്റെ കൂടെ ബ്ലഡ് പ്യൂരിഫയറും യൂസ് ചെയ്തിരുന്നു. അത് നമ്മള് ഇവിടെ എല്ലാരും പറഞ്ഞത് അത് കാലിന് വന്നിട്ടുണ്ടെങ്കിൽ മാറിപ്പോകാൻ പ്രയാസമാണ്. ചിലര് ഇതുപോലെ തന്നെ അവർക്കുണ്ടായ അതേപോലെ നമ്മളൊരു നാട്ടിലൊരാൾക്ക് ഉണ്ടായിട്ട് അവർ പറയുന്നുണ്ട് ഒരു 30,000 രൂപ ആയി ഇതിന് ഇഞ്ചക്ഷനില്ലേ. ഒരു ഇഞ്ചക്ഷന് 3,000 രൂപയായി. അങ്ങനെ 10 ഇഞ്ചക്ഷൻ വെച്ചു 30,000 രൂപയായി. കാല് മുറിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞാണ്. ഇതേ പ്രശ്നമായിരുന്നു അയാൾക്ക്. അപ്പൊ അതിനെ സെല്ലുലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ ഇല്ലാത്ത വിധം വേദന, അസഹ്യമായ ശക്തമായ ചോരിറക്കം വരും, കാല് വീങ്ങിക്കൊണ്ടിരിക്കും, അത് ഉറച്ച പാറ പോലെ ആക്കും, സർക്കുലേഷൻ കട്ടാവും, പിന്നെ കാല് കറക്കാൻ തുടങ്ങും, പിന്നെ കാല് മുറിച്ച് മാറ്റും. അങ്ങനെയൊക്കെയാണ് അതിന്റെ അവസ്ഥ. അപ്പൊ എന്നോട് പറയും ചെയ്തു, നിങ്ങളുടെ അങ്ങനെ എത്ര പെട്ടെന്ന് മാറി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം അയാൾ നല്ല 3 മാസത്തോളം ബുദ്ധിമുട്ടിക്കണം. എനിക്ക് 15 ദിവസം ബുദ്ധിമുട്ടിച്ച് അയാൾക്ക് 3 മാസത്തോളം ICUയിലും ഒക്കെ. എനിക്ക് 1 മാസം കൊണ്ടെല്ലാം മാറി. അയാൾ എന്നോട് പറഞ്ഞു. നിങ്ങളെ ആ വൃത്തിയാക്കലും ശ്രദ്ധയും ആ റെസ്റ്റ് എടുക്കലും വളരെ ഗുണം ചെയ്തു. അതെ അതെ അതെ. പിന്നെ നിങ്ങളെ നിർദ്ദേശം ജബ്ബാർ സാർ വന്നോളൂ. നല്ല റിസൾട്ട് ആണ് അവർ പങ്കുവച്ചത്. അവർ കൊടുത്തവർക്കൊക്കെ റിസൾട്ട് ആണ്. അതാണ് എന്റെ അത്ഭുതം. ജബ്ബാർ സാർ എടുത്തോളൂ. മൈക്കോണാക്കാൻ വയ്യ, ഒന്നും കൂടി പെട്ടെന്ന് ശ്രമിച്ചോളൂ. മുമ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ജബ്ബാർ സാർ സാറ് മൈക്ക് എടുക്കുന്ന ആളാണല്ലോ. ഒന്നെടുത്താണ് എടുത്തോളൂ. കഴിയണില്ല അല്ലെ? സാരല്ല. ചില ആൾക്കാർക്കൊക്കെ ഇനി സമയം കിട്ടൂല്ലെങ്കിൽ എഴുതി വിട്ടോളൂ കേട്ടോ. ഉപയോഗിച്ച റിസൾട്ട് എഴുതി വിട്ടോളൂ. നിങ്ങൾ ആരും ഒരു തമ്പ് തരണമൊന്നുമില്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അവർ പോവുക, അവർ ലൈക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിവാണ് അതൊക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രീം ഇബ്രാഹിം സാർ ഒന്ന് വന്നോളൂ. ചില ആൾക്കാർക്കൊന്നും മൈക്ക് എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇബ്രാഹിം സാറേ. ഹലോ. പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് സാറേ. ഞാൻ കൊണ്ടോട്ടി പുളയമ്പറമ്പത്താണ് എൻ്റെ വീട്. പിന്നെ ഇതിന്റെ മുന്നേ ഒരു പ്രവാസിയായിരുന്നു. ഞാൻ എൻ്റെ ലീഡർ ഒമാനൂര് ബാപ്പുട്ടി സാറ്, ഉമ്മർ സാറാണ്. ഞാൻ ഒരുപാട് കാലം എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവൾക്ക് ഒരു ചുമയും ഭയങ്കര ഛർദിയും. പറഞ്ഞോ. പോയാ. ഹലോ. പറ. എന്തെങ്കിലും കട്ടായി പോയി. സാറില്ല, പറഞ്ഞോ. ഇപ്പൊ കേൾക്കാലോ? പറഞ്ഞോ. സാർ, ഞാന് എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാനിതില് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ വന്നത്. എന്റെ വൈഫിന് വിട്ടുമാറാത്തൊരു ചുമയും ശ്വാസമുട്ടലും ഛർദിയും. അങ്ങനെ ഒരുപാട് ഡോക്ടറെ കാണിച്ചു.
ഇവിടെ ഒരു 3-4 വർഷത്തെ പഴക്കണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാട് ഡോക്ടറെ കാണിച്ചു. ഞാന് പിന്നെ ഞാൻ സൗദിയിലായിരുന്നു. അങ്ങനെ സൗദിയിൽ നിന്ന് വിളിക്കുമ്പോഴും അവർക്ക് പിന്നെ ശരിക്കും സംസാരിക്കാനും കഴിയൂല, ഒരുപാട് ബുദ്ധിമുട്ടുകളായി. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ വകയായിട്ട് ഒരുപാട് ഡോക്ടറെ കാണിച്ചു. അത് മരുന്ന് കുടിക്കും, അന്നേരം സുഖമാവും, വീണ്ടും അതേമാതിരി തന്നെ വീണ്ടും ആ മരുന്ന് നിർത്തുമ്പോ വീണ്ടും ആയി. പിന്നെ ലാസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞു എവിടെ പോകാനും പറ്റൂല, ഒരു പിന്നെ പരിപാടിക്കോ കല്യാണത്തിനോ വിഷയത്തിനോ പോകൂല. കാരണം ആളെ അടിയില് പിന്നെ സംസാരിക്കേ ഭക്ഷണം കഴിക്കുമ്പോ അപ്പുറത്ത് ചുമ വരുമ്പോ ഛർദിക്കും. ആ ഛർദി വന്നാൽ തന്നെ പിന്നെ ചില ടൈമില് മൂത്രം തന്നെ അവർക്ക് പോവും. അങ്ങനെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് ഞാന് പിന്നെ ഈ മൈലേബ് എന്ന കമ്പനിയിൽ തന്നെ എനിക്ക് ചാൻസ് കിട്ടുന്നത്. അങ്ങനെ ലീഡർമാര് സാറ് ഉമർ സാറ് പറഞ്ഞു ഒരു കമ്പനിയിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കുറെ ലാസ്റ്റ് മരുന്ന് ഒഴിവാക്കിയതാണ്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ എവിടെയും പോവുകയാണെങ്കിൽ ഇതേമാതിരി ഇൻഹേലർ തന്നിട്ട് അത് വലിച്ചാൽ മതി, അതിൽ വലിക്കുക, അതിനുള്ള വേറെ ചികിത്സകളൊന്നുമില്ല എന്ന് പറയും. ഒരുപാട് സീറ്റുകൾ തന്നെ ഉണ്ട്, മരുന്ന് സീറ്റ്. അപ്പൊ അങ്ങനെ ഓരോ ഡോക്ടറെ കാണിച്ചു, അത് മറ്റേ ഡോക്ടറെ കാണിച്ച് ലാസ്റ്റ് ഒരു പറഞ്ഞ് നിങ്ങൾക്ക് കുടിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഈ ഇൻഹേലർ അത് വലിക്കുക, അതിനുള്ള മാർഗം. അങ്ങനെ ഈ മൈലാപ്പിൽ വന്ന് വാബിഡ് സാറും ഉമർ സാറും പറഞ്ഞു കപ്നിയില് കഴിക്കാന്. അങ്ങനെ കപ്നിയിൽ ആദ്യം 2 ബോട്ടില് കൊടുക്കാൻ പറഞ്ഞു. ആ കപ്നിയിൽ കൊടുത്തപ്പോ ചെറിയൊരു മാറ്റം വന്നു. അങ്ങനെ പിന്നെ എനിക്ക് തോന്നിയല്ല കുഴപ്പമില്ല, ഒരു മാറ്റം ഉണ്ടല്ലോ. അത് പക്ഷേ പിന്നെ പറഞ്ഞു അതിൽ ഒരു കവചപ്രാസം കൂടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞാനൊരു കവചപ്രാസം കൊടുത്തു, അതിന്റെ കൂടുതൽ കപ്നിയിലും കൊടുത്തു. അത് കൊടുത്ത് പിന്നെ അങ്ങനെ ഒരു പകുതി മാറ്റം വന്നാൽ തുടങ്ങി. ഇൻഷാ അല്ലാഹ് പിന്നെ ഞാനത് വിട്ടില്ല, ഞാൻ ആ മൈലൈഫില് അങ്ങനെ ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ 3 ബോട്ടില് കപ്നിയിലും 4 ബോട്ടിലും പിന്നെ ഈ 4 ബോട്ടിൽ കപ്നിയിലും 3 ബോട്ടിൽ കവചപ്രാസം കൊടുത്തപ്പോ എന്റെ ഭാര്യന്റെ ബുദ്ധിമുട്ട് എല്ലാം റാഹത്തായി. അൽഹംദുലില്ലാഹ് എത്രയോ ചികിത്സ ചെയ്ത് എത്രയോ മരുന്ന് പൈസ ചെലവാക്കിയതിനു ശേഷം ഈ കവചപ്രാസം ഈ കപ്നിയിലും കൊടുത്ത് എന്നെ വളരെ അധികം റാഹത്തായി. ഇപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സുഖമായി, നല്ല റാഹത്തിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഞാൻ വേറെ ഒരുപാടൊക്കെ റിസൾട്ടുകൾ പറയാണ്ട്, ഒരുപാട് സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ യൂറിൻ പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക, നിങ്ങളെ ലീഡേഴ്സ് ഇപ്പൊ ആരാ പറഞ്ഞത്? ഉമർ സാറ്, ബാബുൽ സാറ്, ഒമാനൂര്. അവരെ കൂട്ടിയിട്ട് ഒരു ഹോം മീറ്റിംഗ് വേഗം സംഘടിപ്പിക്കുക. ഈ നാട്ടിൽ ഈ സത്യാവസ്ഥ പ്രചരിപ്പിക്കുക, അത് നമ്മുടെ ഭാഗമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ വേഗം ഒരു ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കുക. അയൽവാസി കുടുംബങ്ങളൊക്കെ അറിയട്ടെ. അവരിത് ഏറ്റെടുത്തോളണമെന്നൊന്നും നമുക്ക് ഉദ്ദേശമില്ല. നമ്മൾക്ക് കിട്ടിയ സന്തോഷം അവരെ രേഖപ്പെടുത്തുക, അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ഓക്കെ, എന്നാല് മുഹമ്മദ് അലി ബി ടീം, നമ്മളെ ഉസ്താദ് വളാഞ്ചേരിക്കാരനാണ്, പുതിയ ആളാണ്, നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാണ്. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. അസ്സലാമു അലൈക്കും. പറഞ്ഞോളൂ. ഞാൻ ബാബുത്തങ്ങളുടെ ടീമിലാണ്. ബാബുത്തങ്ങളാണ് എന്റെ ലീഡർ. അൽഹംദുലില്ലാ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മോനക്ക് കയ്യുമ്മല് ഈ അരിമ്പാറ ഉണ്ടായിരുന്നു, അരിമ്പാറ. അപ്പൊ അതവന് മാനസികമായിട്ട് വലിയ ടെൻഷനായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വുഡ് ഹീലിംഗ് തുടർച്ചയായിട്ട് ഇപ്പൊ ഒരു 3 ആഴ്ച തുടർച്ചയായി തേച്ചു. സാധനം പറ്റെ കരിഞ്ഞു പോയി. ഒന്ന് അൽഹംദുലില്ലാ. മറ്റൊന്ന് നമ്മളെ ഈ ലിവാഗൈ എന്റെ മൂത്ത മോന് അവനക്കൊരു വയറുവേദന, ഈ നാവിക്കൊരു വേദന ഭക്ഷണം കഴിച്ചാൽ, അത് വലിയൊരു പ്രയാസമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇത് കൊടുത്ത് ഒരു കുപ്പിയെ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ശേഷം ഇപ്പൊ അവൻ പറഞ്ഞു, അവൻ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞു ഞാൻ കഴിച്ചതിന് ശേഷം അത് കുപ്പി തീർന്നതിന് ശേഷം ഇപ്പൊ അത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ നാവിവേദനയുള്ള ആളുകൾക്ക് വെള്ളം കൂടി കുറവുള്ളവരാണെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കേണ്ടത് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം, ഇല്ലാത്ത കുറവാണെന്ന് ബോധ്യപ്പെടുത്തണം കേട്ടോ. ശരി, എന്നാല് വളരെ സമയം അതിക്രമിച്ച് പഴയ ആൾക്കാരൊക്കെ റിസൾട്ട് നമ്മൾ കേട്ടതായിരിക്കുമല്ലോ. നമുക്ക് 2 ആളെയും കൂടി വിളിച്ചിട്ട് നമുക്ക് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാം, സമയം കഴിഞ്ഞല്ലോ. ഓക്കെ, റിപ്പൺ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ്.
ഞാൻ ആദ്യം വിളിച്ചിരുന്നു സാറിനെ, പക്ഷേ ഫോണ് എന്തോ കംപ്ലൈന്റ് ആയതുകൊണ്ട് വരുന്നത് അൺമ്യൂട്ടാക്കാൻ കഴിഞ്ഞില്ല ഫോൺ. ഇപ്പം എൻ്റെ റിസൾട്ട് പറയാണ്. വൈഫിൻ്റെ ഫോണിൽ ഇരുന്നിട്ടാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇയർ ബാലൻസിങ്ങിനാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ സ്വന്തമാണ്, മറ്റുള്ളവർക്ക് കൊടുത്തതല്ല, സ്വന്തം അനുഭവത്തിലൂടെയുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ ഏതൊരു വേഗതയിൽ ഏത് രോഗത്തിൽ നമുക്കൊരു ആശ്വാസം കിട്ടും കിടന്നാലും, പക്ഷെ ഇത് കിടന്നാലും ആശ്വാസം കിട്ടാത്തൊരു രോഗമാണല്ലോ ഇയർ ബാലൻസിങ്. ഞാനത് സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് പറയാം. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഫൈട്രസ് 95 ചാമ്പി തൈലം. അത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ ഓരോന്ന് 2 നേരം കഴിച്ചിരുന്നു. രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് ആയിട്ട് ഓരോ ഫൈട്രസ് കഴിച്ചു. അത് 2 ദിവസം കഴിച്ചപ്പോൾ കാര്യമായൊരു മാറ്റം കിട്ടാതെ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പിറ്റേ 3-ാമത്തെ ദിവസം 1 വീതം 3 നേരം 2 ദിവസം കഴിച്ചു. ഒരെണ്ണം വെച്ചിട്ട് 3 നേരം കഴിച്ചു. അപ്പം അതൊരു മാറ്റം വന്നു. പക്ഷെ ആകെ 2 ദിവസമേ കഴിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ വീണ്ടും 1 വീതം 2 നേരമായിട്ട് ഫൈട്രസ് കഴിച്ചു. കൂടെ 95 ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്ത് ഇത് വന്നു കഴിഞ്ഞാൽ തലയിലുണ്ടാകുന്ന വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ട്. നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, സൂചി കൊണ്ട് കുത്തുന്ന പോലെയൊക്കെ തോന്നും തലേൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ അതിന് ഞാൻ ശരിക്കും ചാമ്പിത്തൈലാണ് പോയി. ചാമ്പിത്തൈലം ഇട്ട് 1 മണിക്കൂർ ശരിക്കും തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ കഴിയും, ഏറ്റവും ചുരുങ്ങിയ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തലയിലിട്ട് കുളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ശേഷം ഒരാഴ്ച കൊണ്ട് നല്ലൊരു മാറ്റം വന്നു. പക്ഷേ അതിൻ്റെ ക്ഷീണം കുറച്ച് തുടർന്നുണ്ടായിരുന്നു. എന്നാലും ഈ രോഗത്തിന് വളരെയധികം നല്ലൊരു മാറ്റമാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, BP സാധാരണ നോർമലായിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഓരോന്ന് 2 നേരം തന്നെ കഴിക്കുക. അല്ലാതെ BP ഒരു 140, 150, 90 ഇതിനൊക്കെ മുകളിലുള്ളവരാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ദിവസം 1 വീതം 3 നേരം, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഓരോന്ന് ഫൈട്രസ് ഓരോന്ന് 2 നേരമായിട്ട് കഴിക്കുക. ചാമ്പിത്തൈലം തുടർന്ന് കഴിച്ചാൽ ശരിക്കും ഒരാഴ്ച കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ക്ഷമിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം. അലോപ്പതി ഇതിന് മുൻപ് എനിക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് 5 വർഷം മുൻപൊന്നും, അതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിരുന്നു. അന്ന് അലോപ്പതി ആയിരുന്നു കഴിച്ചത്. പക്ഷേ അലോപ്പതിയിൽ കാര്യമായ ഒരു പുരോഗതി ഇതിൽ കിട്ടാനില്ല. ഒരു വൈറ്റമിൻ ഗുളികയും കുറച്ചുള്ളൊരു തലകറക്കത്തിൽ കുറഞ്ഞൊരു ഗുളികയും മാത്രമേ അവർ തരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആവി പിടിക്കുക എന്നുള്ളതാണ്. നല്ലതുപോലെ ആവി പിടിച്ചു. 2 സൈഡ് ചെവിയുടെ 2 ഭാഗമായിട്ടും മുഖത്തും ശരിക്ക് തിളച്ച വെള്ളം, അതിൽ വെള്ളത്തിലേക്ക് വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല, അത് മാത്രം വെറും വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ഒരു അരമണിക്കൂറോളം നല്ലതുപോലെ തിളച്ച വെള്ളത്തിൽ ആവി പിടിച്ച് അതിന് ശേഷമാണ് ഞാൻ ഈ ചാമ്പിത്തൈലം ഇട്ടുക. ഫൈട്രസ് 2 നേരം കഴിക്കുക. 95 ഇതായിരുന്നു ഇയർ ബാലൻസിന് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കി. പലരും നിർദ്ദേശിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, പക്ഷേ ഡോക്ടറെ കാണിച്ചില്ല. ഇത് തന്നെ ഉപയോഗിച്ച് ഞാൻ 10 ദിവസം കൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് ഇതിലേക്ക് കിട്ടി. ഇപ്പോൾ പുറത്തിറങ്ങി പോകാൻ സാധിക്കുന്നു. ഏറ്റവും ഓക്കെ സർ താങ്ക് യു. കാരണം ഇയർ ബാലൻസിന് പൊതുവെ നമ്മൾ നോർമൽ ചികിത്സ വെറും ചാമ്പിത്തൈലം 2 കൺപുരികത്തിലും തലയിലും തേച്ച് അല്പസമയം വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കുളിച്ചാൽ മതി, മാറിക്കോളും. പിന്നെ 95 കഴിക്കുന്നത് നമ്മളെ ആന്തരിക ഭാഗത്തുള്ള ചെറിയ ഞരമ്പുകളിലേക്കൊക്കെ ഓക്സിജൻ കട്ടായി കിടക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് തുറന്ന് കിട്ടാനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ്. അതെല്ലാവരും ശ്രദ്ധിക്കാം. നല്ലോണം വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളുക, ശ്വാസോച്ഛ്വാസം നല്ല എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. മൂക്കിലൂടെ ശ്വാസം ദീർഘമായി വലിച്ചെടുത്ത് കുറച്ച് സമയം വിടാതെ പിടിച്ചു നിർത്തുക. എന്നിട്ട് സാവധാനം വായിലൂടെ വിട്ടുകൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എവിടൊക്കെയാണോ പ്രശ്നങ്ങൾ വന്നത് അത് സാവധാനം ഉണ്ട് ഇല്ലാതായിക്കോളും. ഓക്കെ, നല്ല റിസൾട്ടാണ് പങ്കുവച്ചത്. മാവൂർ സർ, ഇനി 2 ആളും കൂടി ഉള്ളല്ലോ, അവരെ വിളിക്കല്ലേ? 2 ആളും കൂടി കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, പെട്ടെന്ന് പറയാം. മാവൂർ സാറേ കേൾക്കുന്നില്ല? ഓ ലോകസ്ഥാന ചെരി കാണുവാൻ സന്തോഷം കേട്ടോ. കാലത്ത് തന്നെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. സന്തോഷം. ഞാന് പിന്നെ ലിവാഗൈൻ ചാമ്പിത്തൈലം ഇത് 2ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു 3-4 മാസമായിട്ടുള്ള നമ്മളെ മൈ ലൈഫിൽ വന്നിട്ട് ചാമ്പിത്തൈലം ലിവാഗൈൻ ഇത് 2ആണ് എനിക്ക് 10-15 വർഷം പഴക്കമുള്ള രോഗങ്ങളെ മാറ്റി തന്നത്. അതുകൊണ്ട് ഇപ്പൊ നല്ല കഫിന് നല്ലോണം ചെലവാകുന്നുണ്ട്. നല്ല ആൾക്കാർ വാങ്ങുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചപ്പോഴേ പിന്നെ കഫിനില് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയാനുള്ളൂ. നമുക്ക് ചെറിയ അനുഭവങ്ങളൊക്കെ ഉള്ളു. അതൊക്കെ വലിയ അനുഭവമാണ്. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നം വലുതാണ്. ഇപ്പൊ നിങ്ങളുടെ മുഖത്തൊരു കാക്കാപ്പുള്ളി ഉണ്ട്. കാണുന്നവരൊക്കെ ചോദിക്കണം, എന്താ എനിക്കൊരു കാക്കാപ്പുള്ളി, അതൊന്ന് ഒഴിവാക്കി കൂടെ, പല ചികിത്സ ഉണ്ടല്ലോ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമം അതല്ലേ. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷമം ആവൂലല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ പ്രയാസം ഉണ്ടെങ്കിൽ തീരുള്ളൂ. ഓക്കെ, താങ്ക് യു. നാസർ സാറേ,
ചെറുതാക്കി ഒന്ന് ഉമ്മാന്റെ റിസൾട്ടും ആർക്കെങ്കിലും ഒന്ന് പറയാമല്ലോ, എന്നാ കൂടുതലാവും വേണ്ട. ആയിക്കോട്ടെ. അസസർ മൈക്കോൺ ആയില്ല. ഓക്കെ, ഇപ്പൊ റെഡിയായി. ഞാൻ പറയുള്ളത് ഇപ്പൊ അടുത്ത ഒരുപാട് റിസൾട്ട് അല്ലേ എനിക്കുള്ളത്. ഇപ്പൊ അടുത്ത് വളാഞ്ചേരി അമ്മായിയുടെ ജ്യേഷ്ഠത്തിന്റെ മരുമകള് 24 വർഷമായിട്ട് ആമവാദം, രക്തവാദം ഇതൊക്കെ പാടെ ബുദ്ധിമുട്ടി കിടക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 7 വർഷമായിട്ട് ഈ അസുഖത്തിന്റെ കാഠിന്യം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അമ്മായിയുടെ മോള് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കാല് രണ്ടും മാറ്റി വെക്കണം, അതിന്റെ കൂടെ തേയ്മാനം ഉണ്ട്, മുട്ട് രണ്ടും ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വെക്കണം എന്നാ പറയണത്. ആകെ കാല് മൊത്തം നീരാണ് എന്ന് പറഞ്ഞു. ആകെ ആള് നീരാണ്, രാവിലെ എണീക്കാനൊന്നും വയ്ക്കൂല അത്രയും. പിന്നെ കാല് മുട്ടിലെ ചുളിവുകളൊന്നും കാണൂല, അത്രയും നീരാണ്, ഒരേ വണ്ണത്തിലാണ് കാല് എന്ന് പറഞ്ഞു. അപ്പൊ അവരിപ്പോ 5 ലക്ഷം മുടക്കിയാണ്ട് മുട്ട് മാറ്റി വെക്കുക. അവർക്ക് എന്നിരുന്നാലും അവർക്ക് ഡോക്ടർമാർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റഫീ സാറായിട്ട് സംസാരിച്ചു. റഫീ സാർ എന്നോട് പറഞ്ഞു, നാസറാക്ക, നമ്മളൊരു 3 ദിവസം അടുപ്പിച്ച് വയറിളക്ക മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വയറിളക്കി 3 ദിവസം. ആ 3 ദിവസം വായ കൊണ്ട് ചവച്ചരക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. വെറും കഞ്ഞിയുടെ വെള്ളം, ചുടുവെള്ളം, ജ്യൂസുകൾ അരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. 3 ദിവസം അങ്ങനെ ചെയ്തു. അതിന്റെ ശേഷം 95ഉം നെർവ് എനർജിയും നോവേദന ക്യാപ്സൂളും കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വിളി വന്നു അമ്മായിയുടെ, നാസറെ, നമ്മളാ കൊടുത്ത വലിയ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് സ്വന്തമായിട്ട് ഇന്നും നിലയൊക്കെ എണീറ്റ് സ്വന്തം ജോലികളൊക്കെ ചെയ്യൽ തുടങ്ങി. അതുമല്ല, വീട്ടിൽ ജോലികളും ഉച്ചവരെ വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ അത്രയും വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്. എന്നും ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള ഓരോ ചികിത്സകൾ ചെയ്തുകൊണ്ടേ ഇരിക്കണതാണ്. എന്നിരുന്നാലും 1 മാസം കഴിഞ്ഞപ്പോ ഞാനും റഫീ സാറും അമ്മാവന്റെ വീട്ടിലേക്ക് വന്നു. മറ്റേയൊക്കെ വണ്ടിയിലാണ് വന്ന ആ ചവിട്ടിയൊരു അകത്തേക്ക് കയറാൻ സാധിക്കായിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് സംസാരിക്കലാണ് എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം വന്നത് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് നടന്നു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പോയി കണ്ടു. അതിൻ്റെ ഓരോ റഫീ സാറും ഞാനോടെയും പോയി കണ്ട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ പിന്നെ നെർവ് എനർജിയും 95ഉം നോവേദന ക്യാപ്സൂളും തുടരാൻ പറഞ്ഞു. അതിന്റെ കൂടെ നാച്ചിയുണ്ട്, എല്ല് താഴ്മാനമുള്ളതല്ല, നാച്ചിയും കഴിക്കുന്നുണ്ട്. എങ്ങനായാലും ഒരു 70-75% റെഡിയായി എന്നുള്ളതാണ്. നീര് ഏതാണ്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഞാൻ വിളിച്ചു മിനിഞ്ഞാന്ന്. അപ്പൊ പറഞ്ഞു, ഒരുപാട് വ്യത്യാസം തന്നെയാണ്, നല്ല വ്യത്യാസം തന്നെയാണ്. ഇപ്പൊ ഞാൻ വീട്ടിലെല്ലാ ജോലികളും ചെയ്യണുണ്ട് എന്ന് പറഞ്ഞു. നീരൊക്കെ ഏതാണ്ട് പോയി മാറിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇപ്പൊ 75% മാറിയെന്ന കുടുംബങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോ ഇതന്നെ ഏറ്റവും വലിയ റിസൾട്ട്. നാസറാക്ക പറയുകയാണെങ്കിൽ ചിലപ്പോ 2 ദിവസം മുമ്പ് കൊടുക്കണ്ടേ. കാരണം ഈ റീറ്റെയിലിംഗ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന വിജയം ഇതാണ്. റീറ്റെയിലിംഗ് ചെയ്യുക, വീണ്ടും വീണ്ടും സാധനം വാങ്ങാ കൊടുക്കുക. അവർക്ക് കിട്ടാൻ പോണത് എന്താ? പിന്നെ 1000 പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള അവസരം ഇങ്ങനെ തുറക്കും. കഫ്ജിലി അവരിനോട് ചോദിച്ചു നോക്ക്, അയൽവാസിനോട് ചോദിച്ചു നോക്ക്, ഞാൻ കൊടുത്തിട്ട് മാറിയില്ലേ ചോദിച്ചു നോക്ക്, ഇവനോട് ചോദിച്ചു നോക്ക് പേസ്റ്റ് റിസൾട്ട് ഇല്ലെന്ന്. അങ്ങനെ 10 ആള് കൂടി നിൽക്കുന്നിടത്ത് ആ അവസരം പറഞ്ഞാൽ 10 പേസ്റ്റ് ഒന്നിച്ച് ചെലവാവണമെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തേ പറ്റും. ഒരു 20,000-50,000 രൂപ പ്രൊഡക്റ്റ് എടുക്കാത്തവര് 50 വർഷം കഴിഞ്ഞാൽ മൈ ലൈഫിന്റെ പ്രൊഡക്റ്റ് നല്ലതാട്ടാ, സൂപ്പർ ആട്ടാന്ന് പറയാനേ പറ്റുള്ളൂ. അക്കൗണ്ടിൽ ഒരു പൈസയൊന്നും വരൂല. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ആയിട്ട് ചെയ്യണേ റീറ്റെയിലിംഗ് നിർബന്ധമാണ് എന്ന് അറിയിക്കുകയാണ്. ഓക്കെ, ബൈജു സാറ് നേരത്തെ വിളിച്ചിട്ട് നമുക്ക് മൈക്ക് കൊടുക്കാൻ പറ്റിയില്ല. മൈക്ക് ഒന്ന് എടുത്തോളൂ സാർ. ഇനിയിപ്പോ നമ്മൾ ആരും വിളിക്കണില്ല, സമയം കഴിഞ്ഞു. കേൾക്കുന്നുണ്ടോ സാറേ? ഓക്കെ സാർ. നമസ്കാരം. പിന്നെ എനിക്കൊരു 6-7 റിസൾട്ട് പറയാനുണ്ട്, സമയം വൈകി, അതുകൊണ്ട് ഒരെണ്ണം മാത്രം പറയണം.
ഒന്ന് കാരണം മാത്രം പറഞ്ഞു. ഒരെണ്ണം. എൻ്റെ മക്കൾക്ക് പിന്നെ ഇപ്പൊ 2 വർഷമായി, ഞാൻ എഴുതി അയച്ചായിരുന്നു, 2 വർഷമായി ഇപ്പോൾ ഒരു അസുഖമില്ല. കാരണം അവർക്ക് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. ഇപ്പം അവർ കവചപ്രാശം കഴിക്കുകയാണ്. ഇപ്പം ദിവസവും ഇപ്പൊ ഒരു 3 മാസമായി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പ്രോനാസിക മൂക്കിൽ സ്പ്രേ ചെയ്ത് വെക്കും. വൈകിട്ട് വന്ന് രാത്രി കിടക്കാൻ നേരത്ത് പ്രോനാസിക സ്പ്രേ ചെയ്യും. അതുകൊണ്ട് അവർ മഴയത്തും വെയിലത്തും മണലിൽ എന്ത് കളിച്ചാലും ഒരു പ്രശ്നമില്ല. 100%. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കോട്ടേഴ്സിൽ മുഴുവൻ ആൾക്കാരും എന്താ നിന്റെ മക്കൾക്ക് അസുഖം വരാത്തത് ചോദിക്കും. അപ്പൊ അവർക്ക് ഒരു 10ഓ 12ഓ കസ്റ്റമേഴ്സ് ഇപ്പൊ എന്റെ പ്രോനാസികയും അതുപോലെ കവചപ്രാശം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി റിസൾട്ട് പിന്നെ പറയാം. ഓക്കെ സാർ. മക്കളൊക്കെ ആശുപത്രി പ്രതീക്ഷിക്കാതെ തന്നെ ആരോഗ്യം പ്രതീക്ഷിച്ച് ജീവിക്കാൻ പഠിപ്പിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ രക്ഷിതാവിന്റെ കടമ. പ്രോനാസികയോടെ കൂടെ തന്നെ നമ്മൾക്ക് റോൾ ഓൺ ഇൻഹീലറും കൂടി കുട്ടികളെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ശീലിപ്പിക്കുക. എല്ലാ കുട്ടികളും കയ്യിലാക്കിയിട്ട് നല്ല ശ്വാസം എടുത്തിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യിപ്പിച്ചിട്ട് കിടത്തി ഓർക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള മന്ദഗതി മാറിക്കിട്ടും. അവരുടെ ഒരു പ്രയാസം ഉണ്ടല്ലോ, എഴുന്നേൽപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഉറക്കിനൊരു സുഖം കിട്ടും. ഇടയിലെ ഉണരുന്ന കുട്ടികളാണ് എന്ത് ചെയ്യാത്തത്, രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് തലക്ക് കനം തോന്നുന്നത്. അതുകൊണ്ട് ഉറങ്ങിയാൽ പിന്നെ ഉറക്കായിരിക്കണം, പിന്നെ ഉണരുമ്പോൾ ഉണർവായിരിക്കണം. അതിനു വേണ്ടി നമുക്ക് പ്രോനാസികയോട് കൂടെ തന്നെ പ്രോനാസിക ഉറ്റിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റോൾ ഓൺ ഇൻഹീലർ ജസ്റ്റ് ഒന്ന് മണപ്പിക്കാം. ശേഷം പ്രോനാസിക ഉള്ളിലേക്ക് ഉറ്റിച്ചു കൊടുത്ത് ഉറക്കാൻ സമ്മതിക്കാം. ഓക്കെ സർ, നല്ല റിസൾട്ട് തന്നതിന് നന്ദി. ഒരുപാട് ആളുകളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് റിസൾട്ടുകൾ പങ്കുവച്ചത്. ഇനിയും കുറെ ആളുകൾക്ക് പറയാനുണ്ടാവും. കുറെ ആൾക്കാർ മെസ്സേജിലൂടെ തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ 95ഉം കവചപ്രാശവും നമ്മുടെ ഇടയിൽ തീർക്കുന്ന അത്ഭുതങ്ങൾ ചെറുതല്ല, വലിയതാണ്. നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് പോലും ഇവിടെ ഇരിക്കുന്ന 100-300ഓളം ആളുകളില് ഇന്ന് പോലും നമ്മളെ പേസ്റ്റ് ഉപയോഗിക്കാതെ കോൾഗേറ്റ് കൊണ്ട് പല്ല് തേച്ച പോലെ ഉണ്ടാവും അല്ലെ. നമ്മളെ പേസ്റ്റ്, നമ്മളെ സോപ്പ് യൂസ് ചെയ്യാത്ത കുറെ ആളുകൾ ഉണ്ടാവും. സാരമില്ല, അത് സാവധാനം. എന്റെ കമ്പനീനെ ഞാൻ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേ എനിക്ക് മറ്റൊരാളുടെ പറയുന്നതിൽ സത്യം കടന്നു വരുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ഞാൻ പറയുന്ന ഈ സത്യത്തിൽ അവർക്ക് ബോധ്യം വരണമെങ്കിൽ ഞാൻ ഉപയോഗിച്ച് പറയണം എന്നുള്ള സത്യത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുക. ഇന്ന് മലപ്പുറത്ത് നല്ല ഒരു ട്രെയിനറാണ് വരുന്നത്. അതുകൊണ്ട് മലപ്പുറത്തുള്ള GTS പ്രസന്റേഷൻ പ്രോഗ്രാമിൽ 2:30 തന്നെ എത്തുക. 3 മണിക്ക് എത്തിയാൽ ഉറപ്പായിട്ടും സീറ്റ് കിട്ടൂല എന്ന് ഉറപ്പാണ്. 2:30 മുമ്പായിട്ട് എത്തിപ്പെടുകയും സീറ്റ് പിടിക്കുകയും ചെയ്യാം. എല്ലാ ശനിയാഴ്ചയും മലപ്പുറത്ത് എത്താൻ പറ്റുന്ന 20 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളവരൊക്കെ മലപ്പുറത്തേക്ക് വരിക. എല്ലാവർക്കും നല്ലൊരു സന്തോഷം നേരാണ്. ഇനി ഞാൻ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എന്റെ അപ്ലൈൻ ലീഡർ ഉമർ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ സാർ. സമയം കുറെ ആയി. 2-3 ആളുകൾ പിന്നെ ആൻഡ്രൈസ് ചെയ്തിരുന്നു. ആൻഡ്രൈസ് ചെയ്യാൻ കഴിയാത്ത വേറെ കുറെ ആളുകളുണ്ട്. സമീഹ മാം ഉണ്ട്, അവര് റിസൾട്ട് പറയാൻ ഒരുങ്ങിയിരുന്നു, പക്ഷെ അവസരം കിട്ടിയില്ല. ആൻഡ്രൈസ് ചെയ്തവർ ആദ്യം വിളിച്ചു. അതുപോലെ തന്നെ കുഞ്ഞാത്ത് മാം ഉണ്ട്, ആലിക്കുട്ടി സാറിന് എല്ലാം വിളിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ എന്താണ്, ആൻഡ്രൈസ് ചെയ്ത ആളുകൾ വിളിച്ചപ്പോഴേക്ക് തന്നെ സമയം കുറെ ആയി. ഇനി അയ്യൂബ് സാറാണ് അടുത്ത ആഴ്ച. അയ്യൂബ് സാറോട് ഏതെങ്കിലും ഒരു ദിവസം ഈ പ്രൊഡക്റ്റ് റിസൾട്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ദിവസം ക്ലാസ് വെക്കാമെന്ന് നമുക്ക് അവരോട് പറയാം. ഏതായാലും ഇതുവരെ കേട്ടതും ശനിയാഴ്ച എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ഞായറാഴ്ച കേട്ടോ, സോറി, മലപ്പുറം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാവരും റിസൾട്ടുകൾ മറ്റുള്ളവരോട് പറയാം. ഇതാണ് നമുക്ക് ഏറ്റവും ഇതിൽ പ്രധാനമായും ചെയ്യേണ്ടത്. ഞാൻ ഈ റിസൾട്ടുകൾ അത്ഭുത കലവറകൾ എന്ന് പറഞ്ഞ എൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലൊക്കെ അയക്കുന്ന സമയത്ത് ഞാൻ പിന്നീട് പഠിച്ച് നോക്കുന്നേരം നമ്മുടെ AIG പെടാത്ത GCI പെടാത്ത പലരും നമ്മളെ റിസൾട്ടുകളാണ് അവർ ബിസിനസ് ആയിട്ട് ഓരോ വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് ഒരു റിസൾട്ട് അവർ ഗ്രൂപ്പിൽ പോസ്റ്റും. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും മറുപടി പറയണം. ആരൊക്കെ കഴിച്ചിട്ടുണ്ട്, ആരൊക്കെ കഴിക്കാൻ തയ്യാറാണ്, ആരൊക്കെ കഴിക്കാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകളെ കൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റുകൾ കഴിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അവര് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളെ ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ഉപകാരമാണ്. ഏതായാലും പുതിയ ആളുകളൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ അവരോട് കോച്ചിങ് കൊടുത്തിട്ട് ഇന്നത് പറയണം എന്നൊന്നും പറഞ്ഞ് പറയിപ്പിച്ചതല്ല, അവര് സ്വയം പറഞ്ഞതാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഏതായാലും സമയം കുറെ ആയി. ഇതിന്റെ പിന്നെ പ്രവർത്തിച്ച നാരായണ ഉസ്താദിന്റെ ഒരാഴ്ച വളരെ ഭംഗിയായി നമുക്ക് കൈകാര്യം ചെയ്തു തന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേയിൽ അന്ന് കാർ എടുക്കാനും ദൈവം അതിനൊരു അനുഗ്രഹം കൊടുത്തു. എല്ലാം വളരെ സന്തോഷമായി. ഒരാഴ്ച കഴിഞ്ഞു. നാളെ അടുത്ത പിന്നെ അയ്യൂർ സാർ ആയിരിക്കും. അപ്പൊ എല്ലാവരും ശക്തമായി പിന്നെ സൂമിൽ ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗിലെ കൺക്ലൂഡ് ചെയ്തതേ അറിയിക്കുന്നു. ഓക്കെ.